നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് സിറിയയിലേക്ക് തന്നെയാണ്. സിറിയയിൽ ഇപ്പോൾ ഇസ്രയേലിന് കനത്ത ഒരു തിരിച്ചടി എന്നല്ല പറയേണ്ടത്, കനത്ത ഒരു നാണക്കേട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേൽ ആർക്ക് വേണ്ടിയാണോ സിറിയയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്, അവര് തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ആക്രമണം നടത്തിയതെന്ന്. അതായത് സിറിയയിലെ ദ്രൂസ് വിഭാഗത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ആ ജനങ്ങളുടെ സംരക്ഷണം അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ പറയുന്നത്. എന്നാൽ ഇതേ ദ്രൂസ് വിഭാഗത്തിലെ നേതാവ് തന്നെ ഇപ്പോൾ ഇസ്രയേലിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരു സംരക്ഷണവും വേണ്ട എന്നാണ് ദ്രൂസ് വിഭാഗത്തിലെ നേതാവ് തന്നെ ഇപ്പോൾ പറയുന്നത്. ഇസ്രയേലിന്റെ സംരക്ഷണം എന്നുള്ളത് അത് ദ്രൂസ് വിഭാഗത്തിന്റെ ചരിത്രത്തിന് തന്നെ ഹാനികരമാണ് എന്നാണ് അദ്ദേഹം, അതായത് ദ്രൂസ് നേതാവായിട്ടുള്ള ഷെയ്ഖ് സാം ആബി അൽ മുന ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്. മറ്റൊരു രാജ്യത്തിന്റെയും സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ ചില അന്തർദേശീയ നിരീക്ഷകരും അതുപോലെ തന്നെ വിമർശകരും ചൂണ്ടിക്കാണിക്കുന്നത്, സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് അത് തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ സൈനികപരമായിട്ടുള്ള താല്പര്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഈ ഒരു ആക്രമണത്തിലൂടെ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് സിറിയയിൽ ഇറാന്റെ സാന്നിധ്യം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറാനുമായിട്ട് എത്ര കണ്ട് അകലം പാലിക്കുന്നോ അത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കും നല്ലതാണ് എന്നുള്ള ബോധ്യം അത് ഇസ്രയേലിനുണ്ട്. അതുപോലെ സിറിയ എന്ന് പറയുന്നത് ഇസ്രയേലുമായിട്ട് അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഈ സിറിയയിൽ ഇറാന് സ്വാധീനമുള്ള ഹിസ്ബുള്ള, അതുപോലെ തന്നെ IRGC തുടങ്ങിയ വിഭാഗങ്ങൾ, അതിനാൽ തന്നെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനോട് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഇസ്രയേലിനെ ആക്രമിക്കാൻ സാധിക്കും. അതായത് സിറിയ വഴി ഇസ്രയേലിനെ ആക്രമിക്കാതിരിക്കാനായിട്ട് പ്രതിരോധ തന്ത്രമായിട്ടാണ് ഈ ഒരു ആക്രമണത്തെ, അതായത് സിറിയയിൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു ആക്രമണത്തെ വിലയിരുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിറിയയിൽ ഇറാന്റെ സാന്നിധ്യം അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഇതിനു മുമ്പ് ഇസ്രയേലും ഇറാനും നേർക്കുനേർ വന്ന 12 ദിവസം നീണ്ടുനിന്ന ആ ഒരു യുദ്ധത്തിൽ ഇസ്രയേലിന് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ഇറാന്റെ യഥാർത്ഥ റിയൽ സ്ട്രെങ്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നൊരു വിമർശനം അന്നു തൊട്ടേ ഇസ്രയേൽ കേൾക്കുന്നതാണ്. ഇതിനെല്ലാം ചേർന്നൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാനെ കഴിവതും ദൂരത്തേക്ക് മാറ്റി നിർത്തുക എന്നുള്ള ഒരു തന്ത്രവുമായിട്ട് ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വരുന്നത്. എന്നാൽ ഇസ്രയേൽ സിറിയ വിഷയത്തിൽ അമേരിക്ക ഇടപെട്ട് ഇപ്പോൾ ഒരു സീസ് ഫയർ കൊണ്ടുവന്നിരിക്കുകയാണ്. ടൈംസ് ഓഫ് ഇസ്രയേൽ ആണ് ഇത് സംബന്ധിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സീസ് ഫയർ, യുദ്ധവിരാമം. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വേർഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ ഇസ്രയേലാണ് സിറിയയെ ആക്രമിച്ചിരിക്കുന്നത്. സിറിയ തിരിച്ച് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടില്ല. അതിനാൽ തന്നെ അങ്ങനെ ഒരു പ്രയോഗം ശരിയാണോ എന്നുള്ളത് സംശയമാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ സീസ് ഫയറിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അതിനിടെ ഇസ്രയേലിലെ ടെൽ അവീവിൽ ശക്തമായൊരു പ്രതിഷേധ റാലി ഇപ്പോൾ നടക്കുകയാണ്. ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കണം എന്നൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റാലി ടെൽ അവീവിൽ നടക്കുന്നത്. ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കാത്തതിൽ ഇസ്രയേലിനകത്ത് തന്നെ അമർഷം പുകയുന്നുണ്ട്. ഇവർ ഈ റാലിയിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിനോടാണ് പറയുന്നത്, ബന്ദിമോചനത്തിൽ താങ്കൾ ഇടപെടണമെന്ന്. US എംബസിക്ക് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളാണ് ഇങ്ങനൊരു മുദ്രാവാക്യം വിളിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, നിങ്ങൾ വന്ന് ഈ ഒരു ബന്ധിമോചനത്തിന് മുൻകൈ എടുക്കണം. ഓർക്കണം, ഒരു രാജ്യത്തിന്റെ ജനത മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്ന്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 50ഓളം ഹോസ്റ്റേജസുകൾ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ എത്രത്തോളം പേർ ജീവനോടെ ഉണ്ട് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്നിരുന്നാലും 50ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.